ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലിവർ ക്യാൻസറിനെ കുറിച്ചാണ്. ലിവർ ക്യാൻസർ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു അസുഖമാണ്. നേരത്തെ ആണെങ്കിൽ മദ്യപാനം കാരണം ഉണ്ടാകുന്ന ലിവർ ഡിസീസ് അതായിരുന്നു ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വന്നിരുന്നത്. പക്ഷേ നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറിയതോടുകൂടി, ഈ ഫുഡ് ഹാബിറ്റ്സ് മാറിയതോടുകൂടി ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ലിവർ ഡിസീസാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. NAFLD എന്ന് പറയും, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഫാറ്റി ലിവർ നമ്മളെപ്പോഴും സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ടായിട്ട് ഫാറ്റി ലിവർ നമ്മൾ കാണാറുള്ളതാണ്. ഇത് പ്രോഗ്രസ് ചെയ്ത് ഫാറ്റ് അടിഞ്ഞ് ലിവറിൽ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഈ ലിവർ ഡിസീസിലോട്ട്, കരൾ രോഗത്തിലോട്ട്, അതല്ലെങ്കിൽ സിറോസിസിലോട്ട് മാറുന്നത്. ഈ ഒരു സിറോസിസ് എന്നുള്ള അസുഖത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രോഗികൾക്ക് ലിവർ ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ലിവർ ഡിസീസ് ഉള്ള ആളുകൾ നമ്മൾ യൂഷ്വലി ഒരു ക്ലോസ് മോണിറ്ററിങ്, നേരത്തെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊരു ക്ലോസ് മോണിറ്ററിങ്ങിൽ ആ പേഷ്യൻസിന് വെക്കും. ഒരു 6 months കൂടുമ്പോഴേ അല്ലെങ്കിൽ ഇയർലി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് എന്തെങ്കിലും മുഴകൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യും. പക്ഷെ പലരും ഇത് നേരത്തെ ഡയഗ്നോസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ലിവർ ഡിസീസ് അവർക്ക് ഉണ്ടോ എന്ന് നേരത്തെ അറിയില്ല. പലരും ലിവറിൽ ക്യാൻസർ ആയി എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടിന് സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റേജ് അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റീവ്നെസ് വരുന്നത്. നമ്മൾ വളരെ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ ഇതിനെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ് ലിവർ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലിവർ ക്യാൻസറിന് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഈ ലിവർ ഡിസീസ് ഉള്ള രോഗികൾക്ക് അവർക്കൊരു ഫങ്ഷണൽ ലിവർ ടിഷ്യൂ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സർജിക്കലി നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പലപ്പോഴും അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള പല ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റുകളും അവർക്ക് നല്ല എഫക്റ്റീവായിട്ട് ഈ ട്യൂമേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഒന്നാണ് തെർമൽ അബ്ലേഷൻ എന്ന് പറയും. അതായത് മൈക്രോവേവ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി എനർജി വെച്ച് ഈ മുഴകളെ കരിച്ച് കളയുക. രണ്ടാമത്തെ ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബോളൈസേഷൻ, അതായത് ചെറിയ സൂചി വെച്ച് നരമ്പിലൂടെ പോയിട്ട് ഈ ട്യൂമറിന്, ഈ മുഴകൾക്ക് രക്തം കൊടുക്കുന്ന രക്തക്കോയലുകൾ ഉണ്ടാകും. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ കീമോതെറാപ്പി ഡ്രഗ്സ് ഡയറക്റ്റ്ലി ആ മുഴയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുക, അതേപോലെ അതിൻ്റെ രക്തോട്ടം ബ്ലോക്ക് ചെയ്യുക. ഈ 2 ചികിത്സകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലിവർ ട്യൂമറിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇത് ഓപ്പറേഷൻ കൂടാതെ, മേജർ സർജറി ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഈ മുഴകളെ ക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്.